ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവൂസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു നല്ല വട്ടയപ്പമാണ്. വട്ടയപ്പം ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 500 ഗ്രാം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിക്ക് പകരം നമുക്ക് ഇഡ്ഡലി റൈസ് ഉപയോഗിക്കാം. വട്ടയപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ഇഡ്ഡലി റൈസാണ്, ദുപ്പേരി എന്ന് പറയും. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3 മണിക്കൂർ കുതിർത്ത് വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ ഒരു 5 പിടിയോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതായത് ഒരു തേങ്ങയുടെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അവലാണ്. ഞാനിവിടെ ഒരു 5 സ്പൂൺ അവൽ വെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കുകയാണ്. ഞാനെടുത്തിരിക്കുന്നത് ബ്രൗൺ കളർ അവലാണ്. വൈറ്റ് കളർ അവലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നമ്മുടെ വട്ടയപ്പത്തിന് നല്ല വൈറ്റ് കളറാണ് വേണ്ടതെങ്കിൽ നമ്മൾ വൈറ്റ് കളർ അവൽ ചേർക്കണം. അഥവാ അവലില്ലെങ്കിൽ നമുക്ക് ചോറ് വേണമെങ്കിൽ ചേർക്കാം. വേവിച്ച ചോറുണ്ടെങ്കിൽ 5 സ്പൂൺ ചോറ് ചേർത്താലും മതി. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര അവരവരുടെ മധുരത്തിന് ചേർക്കാം. ഇപ്പം സ്നാക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല മധുരം ഇടാം. അതല്ല നമ്മൾ കറിയോടൊപ്പമാണ് കഴിക്കുന്നതെങ്കിൽ അത്യാവശ്യം മധുരം കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 8 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ചിലർ ശർക്കര വെച്ചും വട്ടയപ്പം ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ശർക്കര പാണിയാക്കിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് മധുരം അനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാനുള്ള മാവ് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയിൽ നിന്ന് കുറച്ചരി എടുത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശായിട്ട് അരച്ചെടുക്കുക. 2 ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ അരിയുടെ കൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയും നനച്ച് വെച്ചേക്കുന്ന അവലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 3 ഏലക്ക കൂടി ചേർക്കുകയാണ്. ഏലക്കയ്ക്ക് പകരം നമുക്ക് ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തേങ്ങാ വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിവിടെ ഈസ്റ്റാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 സ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 ബാച്ചായിട്ട് നമ്മൾ അരിയെല്ലാം അരച്ചെടുത്തു. ഇനി ഇത് 3 മണിക്കൂർ നന്നായി പൊങ്ങി വരാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്കൊരു ചെറിയ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അതിലൽപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ആ പാത്രം ഇതിലേക്ക് വയ്ക്കാം. ഇനി അതിലേക്ക് മാവ് കോരി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും വെച്ച് ഇതൊന്ന് അലങ്കരിക്കാം. ഇത് നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ ഫോർക്കോ ഉപയോഗിച്ച് ഇതൊന്ന് വെന്തൊന്ന് നോക്കാം. ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല മടക്കാനൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് പറ്റും. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സോഫ്റ്റും സ്പോഞ്ചിയും ടേസ്റ്റിയുമായ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്നാക്സായിട്ട് വെറുതെയും കഴിക്കാം, കറിയോടൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു
വിഭവമാണ്. ഇനി നമുക്ക് ബാക്കി വന്ന മാവ് കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഈ മാവിൽ 3 വട്ടയപ്പമാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. എല്ലാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കെല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.